വളരെ കൃത്യമായി KPCC പ്രസിഡന്റ് അഭിപ്രായം പ്രകടിപ്പിച്ചിട്ടുണ്ട്. പാർട്ടി ഈ വിഷയം മുമ്പിൽ വന്നപ്പോൾ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചതുപോലെ ഒരു വിഷയത്തിൽ ഒരാൾക്കെതിരായി 2 പ്രാവശ്യം നടപടി എടുക്കാൻ പറ്റുമോ? നടപടി പാർട്ടി എടുത്തിട്ടുണ്ട്. ഇപ്പോഴത്തെ നിലപാട് ഈ പരാതി വന്നപ്പോൾ പാർട്ടിയുടെ നിലപാട് KPCC പ്രസിഡന്റാണ് പറഞ്ഞിരിക്കുന്നത്. ആ നിലപാടാണ് ഞങ്ങളുടെ എല്ലാവരുടെയും നിലപാട്. ഒരു വ്യത്യാസവും ഒരാൾക്കുമില്ല. മറ്റൊരു അഭിപ്രായം സ്വീകരിക്കാനുള്ള അവകാശം എനിക്കുമില്ല, മറ്റൊരാൾക്കുമില്ല. എല്ലാവരുമായി കൂടിയാലോചന നടത്തിയിട്ടാണ് KPCC പ്രസിഡന്റ് നേരത്തെ നടപടി പ്രഖ്യാപിച്ചതും ഇപ്പോഴുള്ള തീരുമാനം പ്രഖ്യാപിച്ചതും. മറ്റു കാര്യങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയില്ല. ശബരിമലയിലെ തിരുവിതാംകൂറിൻ്റെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായ 2 പേര് മോഷണ കുറ്റത്തിന് അയ്യപ്പൻ്റെ സ്വർണം മോഷ്ടിച്ചതിന് ജയിലിൽ പോയിട്ടും അവർക്കെതിരായി ഒരു നടപടിയും CPM സ്വീകരിക്കുന്നില്ല. പോലീസിൻ്റെ ചുമതലയുള്ള മന്ത്രിയാണ്, ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള അതിൻ്റെ കൂടി മന്ത്രിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പോലീസ് ജീപ്പിന് നേരെ നിരപരാധികളായ പോലീസ് ഉദ്യോഗസ്ഥർ സഞ്ചരിച്ചിരുന്ന പോലീസ് ജീപ്പിന് നേരെ ബോംബെറിഞ്ഞിട്ട് അതിൽ കോടതി 20 വർഷം ശിക്ഷിച്ച ഒരാൾ CPMൻ്റെ സ്ഥാനാർത്ഥിയാണ്. ഒരു നടപടി സ്വീകരിക്കുന്നില്ല. ഒരു ധാർമ്മികതയുടെയും പ്രശ്നമില്ല എന്നാണ് DYFI പറയുന്നത്. അതായത് നാട്ടിൽ നീതിയും നിയമവും നടപ്പാക്കുന്ന പോലീസ് ജീപ്പിന് നേരെ ഗുണ്ടകളെ പോലെ, ക്രിമിനലുകളെ പോലെ ബോംബെറിഞ്ഞ് അവരെ കൊല്ലാൻ ശ്രമിച്ചതിൻ്റെ പേരിൽ കോടതി കുറ്റക്കാരാണെന്ന് കണ്ടെത്തി 20 വർഷം തടവിന് ശിക്ഷിച്ചവനെയും കൊണ്ടുവരിക. അപ്പം മോഷ്ടാക്കളെയും ക്രിമിനലുകളെയും സംരക്ഷിക്കുന്ന പാർട്ടിയാണ് CPM. അതാണ് ഏറ്റവും പരിതാപകരമായ കാര്യം. എന്ത് കുറ്റം ചെയ്താലും, എന്ത് ക്രിമിനൽ കുറ്റം ചെയ്താലും അവർക്ക് കുട പിടിച്ചു കൊടുക്കുന്ന പാർട്ടിയാണ് CPM. അവരെ ക്രിമിനലുകളെ പ്രോത്സാഹിപ്പിക്കുകയാണ്, മോഷ്ടാക്കളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. അയ്യപ്പൻ്റെ സ്വർണം വരെ, അയ്യപ്പൻ്റെ ദ്വാരപാലക ശില്പം വരെ മറിച്ച് കോടീശ്വരന് വിൽക്കാൻ കൂട്ടുനിന്ന ആളുകൾക്ക് കുട പിടിച്ചു കൊടുക്കുകയാണ് CPM. ഈ തെരഞ്ഞെടുപ്പിൽ ഈ CPMൻ്റെ ഈ ഇരട്ടമുഖം ഉറപ്പായി ചർച്ച ചെയ്യപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതൊക്കെ വളരെ കൃത്യമായി KPCC പ്രസിഡന്റ് അഭിപ്രായം പ്രകടിപ്പിച്ചിട്ടുണ്ട്. പാർട്ടി ഈ വിഷയം മുമ്പിൽ വന്നപ്പോൾ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചതുപോലെ ഒരു വിഷയത്തിൽ ഒരാൾക്കെതിരായി 2 പ്രാവശ്യം നടപടി എടുക്കാൻ പറ്റുമോ? നടപടി പാർട്ടി എടുത്തിട്ടുണ്ട്. ഇപ്പോഴത്തെ നിലപാട് ഈ പരാതി വന്നപ്പോൾ പാർട്ടിയുടെ നിലപാട് KPCC പ്രസിഡന്റാണ് പറഞ്ഞിരിക്കുന്നത്. ആ നിലപാടാണ് ഞങ്ങളുടെ എല്ലാവരുടെയും നിലപാട്. ഒരു വ്യത്യാസവും ഒരാൾക്കുമില്ല. മറ്റൊരു അഭിപ്രായം സ്വീകരിക്കാനുള്ള അവകാശം എനിക്കുമില്ല, മറ്റൊരാൾക്കുമില്ല. എല്ലാവരുമായി കൂടിയാലോചന നടത്തിയിട്ടാണ് KPCC പ്രസിഡന്റ് നേരത്തെ നടപടി പ്രഖ്യാപിച്ചതും ഇപ്പോഴുള്ള തീരുമാനം പ്രഖ്യാപിച്ചതും. മറ്റു കാര്യങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയില്ല. അല്ല, ക്ലിയറാണ്. ഞാൻ ഇതിൻ്റെ അപ്പുറത്തേക്ക് പറയാനില്ല ഈ വിഷയത്തിൽ. കാരണം ഈ വിഷയം വീണ്ടും ഉയർത്തിക്കൊണ്ടുവന്നു. ഈ വിഷയം ഉണ്ടായിരുന്നല്ലോ, ഈ വിഷയം വീണ്ടും ഉയർത്തിക്കൊണ്ടുവന്ന് ശബരിമലയിലെ കൊള്ള ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രം ആര് സ്വീകരിച്ചാലും ആ കെണിയിൽ ഞങ്ങൾ വീഴില്ല. പിന്നെ ഞാൻ നേരത്തെ കുറേ കാര്യങ്ങൾ പറഞ്ഞല്ലോ, അതിലൊന്നും ചെറുവിരലനക്കാതെ അവരെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് നടക്കുന്ന CPMകാർക്ക് ഇത് ചോദിക്കാനുള്ള ഒരു ധാർമ്മികതയില്ല. കോൺഗ്രസ് ആണ് അഭിമാനത്തോടു കൂടി നിൽക്കുന്നത്. കോൺഗ്രസ് ജനങ്ങളുടെ മുമ്പിൽ ഇത്തരം കാര്യങ്ങൾ വന്നപ്പോൾ ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ ഞങ്ങളുടെ പാർട്ടി, എനിക്ക് അഭിമാനമുണ്ട്, നമ്മളുടെ പ്രസ്ഥാനം നടപടി സ്വീകരിച്ചിട്ട് നിൽക്കുന്ന പാർട്ടിയാണ്. ഞങ്ങളല്ല പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് CPM ആണ്. ഞങ്ങൾ അഭിമാനത്തോടു കൂടി തല ഉയർത്തിയാണ് ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. അതൊന്നും ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ പരാതി പോലും ഇല്ലാതെ നടപടി സ്വീകരിച്ച ഒരു പാർട്ടി എന്തിനാ അങ്ങനെ പറയണം? അങ്ങനെയൊന്നും പറയില്ല. അത് അവരോട് എഴുതിയവരോട് പോയി ചോദിക്കും, എനിക്കറിയില്ല. അതൊക്കെ KPCC പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്കൊന്നുമില്ല. വേറെ വല്ലതും ഉണ്ടോ?